വി ജോയിയുടെ ഒരു ഇതുണ്ടായിരുന്നു. കാരണം UDF ഇപ്പൊ ഇരട്ട നീതിയാണ് നടത്തി വരുന്നതെന്ന്. അതായത് LDF അല്ലാതെ SFIയിലെ ആൾക്കാരെ അല്ലെങ്കിൽ LDFിലെ ആൾക്കാരെ ജയിലിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ വിലങ്ങണിയിക്കുന്നെന്നും അല്ലാതെ ഉള്ളവരെ, അതായത് BJPയിലെ കൗൺസിലറായ സുഗതനെ വിയൂർ ജയിലിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ വിലങ്ങണിയിച്ചിട്ടില്ല എന്ന രീതിയിൽ. അപ്പം LDFിനോട് വേറൊരു നീതി, BJPയോട് വേറൊരു രീതി, UDFും BJPയും തമ്മിലൊരു കൂട്ടുകെട്ടാണ് എന്നൊക്കെ ഒരു രീതിയിൽ വി ജോയി ഇപ്പോൾ ഒരു പ്രസ്താവന ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഒന്നാമത്തെ കാര്യം, അദ്ദേഹം എടുത്തു പറയുന്ന ഈ പറഞ്ഞ ഇടത് പ്രവർത്തകർ എന്ന് പറയുന്നത് ഒന്ന് IP ബീനു, അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ഒരു ഏരിയ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു നന്ദു എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ട്. ഈ രണ്ടുപേരെയും വിലങ്ങണിച്ചു കൊണ്ടുവന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അവർ ചെയ്തത് പെറ്റി കേസോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളോ ഒന്നും ആയിരുന്നില്ല. അവർ ED സംഘത്തെ ആക്രമിച്ചു എന്ന കേസിൽ കേന്ദ്ര അന്വേഷണ പരിധിയുടെ കീഴിൽ വരുന്ന ഒരു കേസ് ചെയ്തതിന്റെ, ഒരു കുറ്റകൃത്യം ചെയ്തതിന്റെ പ്രതികളാണ്. അപ്പോൾ അവരെ ഇനി എന്തുകൊണ്ട് വിലങ്ങ് വെച്ച് കൊണ്ടുവന്നു എന്ന ചോദ്യത്തിന് അവിടെ പ്രസക്തി വരുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പോലും നിൽക്കുന്ന കാര്യങ്ങളല്ല ഈ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഈ കേന്ദ്ര അന്വേഷണ സംഘത്തിന് മുന്നിലാണ് അവർ മൊഴി കൊടുക്കേണ്ടതും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതും. ഇനി അടുത്തത് സുഗതന്റെ കാര്യം പറയുകയാണെങ്കിൽ, എന്തുകൊണ്ട് വിലങ്ങ് വെച്ചില്ല എന്ന് ചോദിക്കുന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും BJP കൗൺസിലറായ കാപ്പ കേസ് പ്രതിയായ ജാമ്യം പോലും കിട്ടാത്ത ഒരു വ്യക്തി സത്യപ്രതിജ്ഞ ചെയ്തതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിലങ്ങ് വെക്കാതെ പുറത്തേക്ക് കൊണ്ടുവന്നതോ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇനി എങ്ങനെ BJPയുടെ കൈകളിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പോയി എന്നൊരു ചോദ്യമുണ്ടല്ലോ. കഴിഞ്ഞ കുറെ നാളുകളായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചിരുന്നത് ഇടത് ഭരണസമിതിയായിരുന്നു. ഇപ്പോൾ ഇടത് കോട്ടയെന്ന് അവർ തന്നെ വിശേഷിപ്പിച്ചിരുന്ന ഒരു ഇടമായിരുന്നു തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത്. എങ്ങനെയാണത് BJPയുടെ കൈകളിലേക്ക് പോയത്? കഴിഞ്ഞ 5 വർഷത്തെ ഭരണം നമ്മൾ കണ്ടതാണ്. എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. കൊട്ടിഘോഷിച്ചുകൊണ്ട് ഒരു ഏർലി 20s ഒരു പെൺകുട്ടിയെ മേയറാക്കി കൊണ്ടുവരുന്നു. നല്ല കാര്യം. സ്ത്രീ ശാക്തീകരണം എന്നുള്ളൊരു ആപ്തവാക്യം ഉയർത്തിക്കൊണ്ട് അവരെ കൊണ്ടുവരുന്നു. നല്ല കാര്യം, നല്ലൊരു മികച്ച കാര്യമായിരുന്നു. അന്ന് തന്നെ ഒരു 21-കാരിക്ക് ഇത് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായും ഉണ്ട്. സംഘടനാ കാര്യങ്ങളിലെല്ലാം സംഘടനാ തലത്തിൽ പ്രവർത്തിച്ചു വന്നൊരു കുട്ടിയാണ്, അത് ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന ഫുൾ സപ്പോർട്ട് കൂടി അവരെ മേയറാക്കുകയും അതിനുശേഷം വരുന്ന വീഴ്ചകളെല്ലാം അവരുടെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു കഴിഞ്ഞ ഭരണസമിതി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അവസാനം എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ എടുത്ത തീരുമാനങ്ങളെല്ലാം മറ്റ് കൗൺസിലർമാരുടെ സപ്പോർട്ടോടുകൂടിയായിരുന്നു. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ സപ്പോർട്ട് എല്ലാം തന്നെ അവർക്കുണ്ടായിരുന്നു. എന്നാലും അവസാനം പരാജയം ഉണ്ടായപ്പോൾ ആര്യ രാജേന്ദ്രൻ കാരണം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു. ഇത് മാത്രമല്ല, അവരെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ വേളയിലോ ഒന്നും തന്നെ അടുപ്പിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടില്ല. എപ്പോഴും മാറ്റി നിർത്തുകയാണ് ഉണ്ടായത്. ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇടത് കൗൺസിലർമാരെല്ലാം കമ്പൈൻഡ് ആയിട്ട് ഒരു വലിയ പരാജയമായി മാറുന്നു. അതിന്റെ ബാക്കി പത്രമായി BJPയിലേക്ക് ഭരണം പോകുന്നു. ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ഇതിന്റെ എല്ലാം കാരണഭൂതന്മാരെന്ന് പറയുന്നത് ഈ ഇടതുപക്ഷ നേതാക്കൾ തന്നെയാണ്. നമ്മുടെ സഖാവ് വി ജോയ് വന്നതെന്ന് പറയുന്നത് കേട്ടാൽ തോന്നും ഇത്രയും നാള് BJPയെ വളർത്തിയത് VD സതീശനായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ VD സതീശനാണ് ഈ പറഞ്ഞ VV രാജേഷിന്റെയും അതുപോലെ സുഗതന്റെയും കയ്യിൽ വെച്ചു കൊടുത്തത് എന്ന് തോന്നും പറയുന്നതൊക്കെ കേട്ടാൽ. പക്ഷെ ആയിരുന്നില്ല. എല്ലാം പോട്ടെ, ഈ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ട് മുൻപ് ഇപ്പോ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ള വാശി ഉണ്ടായിരുന്നത് BJP ഭരണസമിതിക്കായിരുന്നു. കാരണം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭരണസമിതി താഴെ പോകുകയാണ്. പിന്നെ ബാക്കിയുള്ളവരുടെ ഘട്ടം വരികയാണ്, അവരുടെ അവസരം വരികയാണ്. ഇനി 2 ആഴ്ചകൾക്ക് മുൻപ് നമ്മുടെ UDF അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അന്ന് എന്താണ് ഈ പറഞ്ഞ സഖാവ് വി ജോയ് പറഞ്ഞത്? നയപരമായി പ്രശ്നങ്ങളുണ്ട്. അന്ന് അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് മുൻ മന്ത്രിയായ വി ശിവൻകുട്ടിയും സഖാവ് വി ജോയും തമ്മിലുള്ള ഒരു ഒളിപ്പോരായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘടനയ്ക്കുള്ളിൽ തന്നെ വലിയ പോര് നടക്കുന്നു. വി ശിവൻകുട്ടി ഇതിനെ അനുകൂലിച്ചത് കൊണ്ട് സഖാവ് വി ജോയ് വന്നിട്ട് ഇതിനെ പ്രതികൂലിക്കുകയാണ്. നമ്മൾ തമ്മിൽ ആശയപരമായ വ്യത്യാസങ്ങളുണ്ട്, അതുകൊണ്ട് അവിശ്വാസ പ്രമേയത്തിൽ ഞങ്ങൾ പങ്കുകാരാകില്ല എന്ന് പറഞ്ഞ ആളുടെ പേര് കൂടിയാണ് വി ജോയ് എന്ന് പറയുന്നത്. അപ്പോൾ BJP താഴെ ഇറക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം പ്രയോഗിച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇതിനെ വിമർശിക്കുകയും ചെയ്യുകയാണ്. ഇതിനെല്ലാം ഒരു ഇരട്ടത്താപ്പുണ്ട്.
തിരുവനന്തപുരം കോർപ്പറേഷൻ പോയതിന്റെ, അതായത് LDFന്റെ കയ്യിൽ നിന്ന് പോയതിന്റെ എല്ലാവിധ ഫ്രസ്ട്രേഷൻസും നമ്മൾ ജോയിയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാം. ഇപ്പം അവരുടെ കയ്യിലെ തെറ്റുകൊണ്ടല്ല, ഇപ്പൊ ഇവിടെ UDFും അല്ലെങ്കിൽ BJP കൂടെ കൂട്ട് നിന്നിട്ടാണ് അവർക്ക് തോൽവി വന്നത്. അതാണ് ഇപ്പൊ കാണുന്നത്. അത് ഏത് വശത്തൂടെ ഇവര് കമ്പയർ ചെയ്യാൻ നോക്കിയാണ്. ഇങ്ങനാണ് അങ്ങനെയാണ് ജനങ്ങളിലേക്ക് മനസ്സിലേക്ക് കൊണ്ടുവെക്കുകയാണ്. UDF ഇങ്ങനെയാണ്, BJP ആയിട്ട് കൂട്ടുകെട്ടാണെന്ന് മനസ്സിലായി ഒരു പറയാതെ പറയാണ് ജോയി ഇതിലൂടെ എല്ലാം. അപ്പൊ എങ്ങനെയെങ്കിലും തങ്ങൾ ആ ഒരു തോൽവി മാറ്റി അടുത്ത പ്രാവശ്യമെങ്കിലും ഭരണം പിടിക്കണം. അതിന് BJP ഒന്നാമത് നമുക്കറിയാം, മിക്കവർക്കും BJPയുടെ ഒരു എതിർപ്പുണ്ട്. അതിന് UDF ഇപ്പം കയറി വരുന്നതിൽ ഇതുകൂടെ ചേർത്ത് വരുത്താനായിരിക്കും ജോയി പറയുന്നത്. ഇനിയിപ്പൊ സുഗതന്റെയും LDFൽ ഇപ്പം SFIയിലെ ആൾക്കാരൊക്കെ അറസ്റ്റ് ചെയ്തതിന് പറഞ്ഞല്ലോ, ED ആക്രമിച്ച കേസാണ് അത്. കേരളത്തിലല്ല, ED ഉദ്യോഗസ്ഥര് അവിടുന്ന് വന്ന് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തു എന്നുള്ള ഒറ്റ പേരിന്റെ പുറത്തായിരുന്നു അന്ന് നമ്മൾ അന്തിച്ചു പോയൊരു സമയമാണ്. കാരണം കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തത്, ഒരു ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവരെ പോലെയായിരുന്നു അവർ കാണിച്ചത് മൊത്തം. അപ്പം അവരെ വിലങ്ങണിയിപ്പിച്ചു, സുഗതനെ വിലങ്ങണിയിപ്പിച്ചില്ല. എങ്ങനെയെങ്കിലും അതിനും UDFനാണ് തെറ്റ്, അല്ലെ UDF ആണ് ഇതിനെല്ലാം കാരണമെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. അതെ, ഇപ്പൊ ആ ഒരു കേസ് നമുക്ക് വില കുറച്ച് കാണാൻ കഴിയുന്ന ഒരു കേസാണ്. രണ്ടും അക്രമ സംഭവങ്ങളാണ്. പിന്നെ ഈ പറയുന്ന പോലെ സുഗതനെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. 19 കേസുകളുള്ള ഒരു കാപ്പ കേസ് പ്രതി എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സംഭവമൊന്നുമല്ല. അതും തെറ്റ് തന്നെയാണ്. പക്ഷെ ഈ ജോയി ഉന്നയിക്കുന്ന പല കാര്യങ്ങൾക്കും ഈ പറഞ്ഞ വിരോധാഭാസമുണ്ട്. ഈ തെക്കൻ ജില്ലകൾ, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിന്നാണ് 3 നിയമസഭാ സീറ്റുകൾ BJPക്ക് പോയത്. ഈ പറഞ്ഞ 3 സീറ്റുകളും ഇടതുപക്ഷത്തിന്റെ സീറ്റുകളായിരുന്നില്ലേ? ഈ ഇടതുപക്ഷത്തിന്റെ സീറ്റുകളെല്ലാം BJPയുടെ കൈവെള്ളയിൽ സുരക്ഷിതമായി ഏൽപ്പിച്ചു കൊടുത്ത ശേഷം കോൺഗ്രസും BJPയും ഡീലാണ്, കോൺഗ്രസ് BJPക്ക് കുട പിടിക്കുന്നു എന്ന് പറയുന്നിടത്താണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ഓൺ ദ ഫസ്റ്റ് പ്ലേസ് എവിടെ നിന്നാണ് സംസാരിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നത് എന്നതിനെപ്പറ്റി ചിന്തിച്ച ശേഷമായിരിക്കണം വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടത്. പിന്നെ ഈ നാട് നന്നാക്കാൻ പോകുന്നതിനിടയിൽ സംഘടനയ്ക്കുള്ളിൽ എന്തൊക്കെ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുണ്ട് എന്നതിനെ പറ്റിയും ഒരു തോന്നലുണ്ടാകണം, ഒരു ചിന്തയുണ്ടാകണം. ഇപ്പോൾ വളരെ മുതിർന്ന നേതാവായ V ശിവൻകുട്ടിയുടെ അഭിപ്രായം മാനിക്കാതെ ജില്ലാ സെക്രട്ടറിയായി ഇദ്ദേഹത്തെ പരിഗണിക്കുന്നു, V ജോയിയെ പരിഗണിക്കുന്നു. അതിനുശേഷം ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന പോരിലേക്ക് പോകുന്നില്ല എങ്കിലും അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്കറിയാം ഇവർ തമ്മിൽ ഇപ്പോൾ വലിയ ഒളിപ്പോര് നടക്കുകയാണ് എന്നുള്ള കാര്യം. അപ്പോൾ സംഘടനാ തലത്തിൽ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ പല മണ്ഡലങ്ങളിലും ഈ വോട്ട് വെച്ചുമാറൽ രാഷ്ട്രീയം നടന്നിട്ടുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളുണ്ട്. അതായത് ചില മണ്ഡലങ്ങളിൽ BJPയെ ജയിപ്പിക്കുകയും മറ്റു മണ്ഡലങ്ങളിൽ CPMനെ ജയിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കുകയാണോ, അല്ലെങ്കിൽ ഈ ബ്ലെയിം മറ്റ് പാർട്ടികളിലേക്ക് അല്ലെങ്കിൽ മറ്റ് മുന്നണികളിലേക്ക് കൊടുത്തുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണോ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് തന്നെ സംശയം തോന്നുകയാണ്. എന്തായാലും നിലപാടുകൾ നല്ലതാണ്. ഇത്തരത്തിൽ സുഗതനെതിരെ സംസാരിക്കുന്ന ആരെയും വിമർശിക്കാൻ നമ്മുടെ ചാനൽ തയ്യാറല്ല. സുഗതൻ ഒരിക്കലും ഈ പറയുന്ന രാഷ്ട്രീയ ഭൂപടത്തിൽ പോലും ഉണ്ടാകേണ്ട ഒരു വ്യക്തിയുമല്ല, ഉണ്ടാകരുത്. അത് തന്നെയാണ് നയം. പക്ഷെ അതിന്റെ പേരും പറഞ്ഞ് മറ്റ് കേസുകളും കൂടി അതിനെ ലഘൂകരിക്കുന്ന, അതിന്റെ ഗ്രാവിറ്റിയും തീവ്രത കുറയ്ക്കാനും നടക്കുന്ന ഈ പ്രവണത അവസാനിപ്പിക്കണം. എവിടെയാണെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മാറ്റി നിർത്തപ്പെടണം, വിലങ്ങണിയിക്കപ്പെടുകയും ചെയ്യണം.